ഒന്ന് ആ മേഘനന്ദയോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. മേഘനന്ദ ഇതുവരെ എത്തിയിട്ടില്ല സർ. വാട്ട്? ഇതുവരെ എത്തിയില്ലെന്നോ? അതെ സർ. ശരി. ഹലോ. ഹലോ മേഘനന്ദ, താനെന്താ ഓഫീസിൽ വരാത്തെ? വന്നോണ്ടിരിക്കുക സർ, അങ്ങോട്ട് വരുന്ന വഴി തന്നെയാ. ആ ശരി, പെട്ടെന്ന് ഓഫീസിലേക്ക് വന്ന് നിന്റെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഫയൽ ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ആ റിപ്പോർട്ട് ഒന്ന് റെഡിയാക്കണം. വളരെ അർജന്റാ, ക്ലയൻസ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ആയിക്കോട്ടെ സർ, ഞാൻ ഇപ്പൊ എത്തിക്കോളാം. കണ്ടില്ലേ മിഥുൻ, ആ മേഘനന്ദയുടെ അനാസ്ഥ ദിവസം ചെല്ലുന്തോറും കൂടി വരിക. ഒരു ഉത്തരവാദിത്വം ഇല്ല. ചേടാ, ബോസസായ നമ്മള് പോലും ഓഫീസിൽ സമയത്തിന് എത്തുന്നുണ്ട്, എന്നിട്ട് എംപ്ലോയീസിന് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ? ആ മേഘനന്ദയ്ക്ക് ഒട്ടും കൃത്യനിഷ്ഠ ഇല്ല മിഥുൻ. ഓക്കേ, കുറച്ച് ലേറ്റായി, അത് അവളുടെ തെറ്റ് തന്നെയാ. പക്ഷെ അതിന് നീ എന്തിനാ വെറുതെ മേഘനന്ദയുടെ ചെറിയ ചെറിയ തെറ്റുകളെ പോലും വലിയ ഇഷ്യൂ ആക്കി കാണുന്നത്? വാട്ട് ഈസ് ദിസ് മിഥുൻ? ആ മേഘനന്ദയായിട്ട് എനിക്കെന്താ വല്ല ശത്രുതയുണ്ടോ? അവളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ തന്നെയാ എന്നെ കൊണ്ട് നിന്നോട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. അതെ മഞ്ജരി, നമ്മൾ മാർക്കറ്റിൽ ചെന്ന് ആപ്പിൾ വാങ്ങിയെന്നിരിക്കട്ടെ, ഒരാളുടെ അടുത്തുനിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ കിട്ടിയെന്നിരിക്കും. പക്ഷെ അതിന്റെ ക്വാളിറ്റിയെ നമ്മൾ സംശയിക്കണം. എന്നാൽ മറ്റു ചില സ്ഥലത്ത് കൂടിയ വിലയ്ക്ക് കുറച്ച് ആപ്പിൾ മാത്രമേ കിട്ടാറുള്ളൂ. കാരണം അതിന്റെ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കും. സോ നമ്മൾ എന്താ എപ്പോഴും ചെയ്യുക? അതിന്റെ ക്വാളിറ്റി നന്നായിരിക്കുന്നതുകൊണ്ട് കോംപ്രമൈസിന് തയ്യാറായി വില കൂടിയത് വാങ്ങിക്കും. ചില എംപ്ലോയീസിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. അവർ ടാലന്റഡ് ആണെങ്കിൽ, അവരുടെ ടാലന്റ് കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മളും ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. നീ ആ മേഘനന്ദയെ ഇങ്ങനെ തലേ കയറ്റി വെച്ചോ മിഥുൻ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ അവള് നിന്നെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കും. മഞ്ജരി, അവളെ പറ്റി സംസാരിച്ച് നമ്മൾ എന്തിനാ നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നേ? ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. പാസ്പോർട്ട് റിജക്ട് ചെയ്തെന്നോ? അതെന്താ? വെരിഫിക്കേഷനിലൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ, എന്നിട്ടിപ്പോ റിജക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ എവിടെയോ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഡ്രൈവർ ചേട്ടാ, ഓട്ടോ ഒന്ന് യൂട്ടേൺ എടുക്കോ? അർജന്റായിട്ട് പോലീസ് സ്റ്റേഷനിലൊന്നും പോണം. ആയിക്കോട്ടെ മാഡം. എക്സ്ക്യൂസ് മീ സർ. പറഞ്ഞോളൂ. എന്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഓ, അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയെങ്കിൽ പാസ്പോർട്ട് റിജക്റ്റ് ആയത് തന്നെ. വെരിഫിക്കേഷന് വന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ സർ. കുഴപ്പമൊന്നുമില്ലെന്നല്ലേ സാറ് പറഞ്ഞത്? പിന്നെന്തിനാ ഇപ്പൊ റിജക്ട് ചെയ്തിരിക്കുന്നേ? പറയൂ സർ, എല്ലാ വിവരങ്ങളും ശരിയായിരിക്കുമ്പോ പിന്നെ എന്തിനു വേണ്ടിയാ റിജക്ട് ചെയ്യുന്നേ? ഞങ്ങൾ വീട്ടിൽ മാത്രമല്ല, പരിസരത്ത് മുഴുവൻ വെരിഫിക്കേഷൻ നടത്തും. അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളെ ആസ്പദമാക്കിയ ഈ പാസ്പോർട്ട് റിജക്ട് ചെയ്യേണ്ടി വന്നത്. എന്ത് എൻക്വയറിയാ നടത്തിയത്? നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കാന്ന് പറഞ്ഞു. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആ വീടിനും നിങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. അതായത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് തികച്ചും വ്യത്യസ്തമാണെന്നർത്ഥം. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്ന അഡ്രസ്സും വിവാഹമോചനത്തിന് ശേഷം നിങ്ങൾ താമസിക്കാൻ പോകുന്ന അഡ്രസ്സും രണ്ടും വ്യത്യസ്തമായിരിക്കുമല്ലോ. അതുകൊണ്ട് റിജക്ട് ചെയ്യേണ്ടി വന്നത്. അതെങ്ങനെയാണ് സർ? ഇതുവരെ എന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. തൽക്കാലത്തേക്ക് അത് തന്നെയാണ് എന്റെ വീട്. അതാണ് എന്റെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും എല്ലാം. ഭാവിയിൽ എന്തായി തീരും എന്നറിയാത്തൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പൊ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ് സർ? നിങ്ങളൊന്നും പറയണ്ട. നിയമപ്രകാരം ഞങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്താൽ അതിന് ഞാൻ ഉത്തരം പറയേണ്ടതില്ല. എനിക്കിപ്പോ പാസ്പോർട്ട് വളരെ അത്യാവശ്യമാണ് സർ. ഇങ്ങനെയൊരു സമയത്ത് ഇല്ലാത്ത നിയമവും പറഞ്ഞത് റിജക്ട് ചെയ്താല് ഞാൻ പിന്നെ എന്ത് ചെയ്യും സർ? ഇനി ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പെർമനന്റ് അഡ്രസ്സിലേക്ക് മാറില്ലേ, അപ്പോ വീണ്ടും അപ്ലൈ ചെയ്താൽ മതിയാവും.
പിന്നെ പാസ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ റിജക്ട് ചെയ്തത് തന്നെയാ. ഞങ്ങളെ ശല്യപ്പെടുത്താതെ പോവാൻ നോക്ക് പ്ലീസ്. ദയവ് ചെയ്ത് സ്ഥലം കാലിയാക്ക്. ഹായ് ഡാഡ്. ആ എന്താണ് എന്നോട് നിന്നെ പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്? ചില എഗ്രിമെന്റ് ചെക്സിലെല്ലാം സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അതിനാ ഡാഡി വിളിപ്പിച്ചേ. മേഘനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഡാഡ് ആരെ തിരയുന്നേ? എന്റെ മരുമകളെയാടാ. അങ്കിൾ അങ്കിൾ ഇപ്പൊ എന്താ പറഞ്ഞേ? അത് മോളെ, ഇതിനു മുൻപ് ഒരു പെൺകുട്ടി ഓഫീസ് തുടങ്ങിയതും ഒരു പ്രോജക്റ്റ് കിട്ടാൻ കാരണമായെന്ന് പറഞ്ഞില്ലേ? ഇവരിൽ ആ പെൺകുട്ടി ഏതായിരിക്കുമെന്ന് നോക്കുമായിരുന്നു. ഓ, മേഘനന്ദയോ? ആ, അവള് തന്നെ. രാകേഷ്, മേഘനന്ദ ഇതുവരെ വന്നില്ലേ? ഇല്ല സാർ, വന്നിട്ടില്ല. ശരി. നീയെല്ലാം കാണുന്നുണ്ടല്ലോ, മേഘനന്ദ ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല. ഇനി അവള് വന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനും ഇത് ക്ലയന്റിന് അയക്കാനും. മേഘനന്ദയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ റിപ്പോർട്ട് വളരെ അർജന്റ് ആണെന്ന് പറഞ്ഞതുവാ. ക്ലയൻസ് അതിനായിട്ട് വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞതാ. എന്നിട്ടും അവൾ ഇതുവരെ എത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാ മിടിക്കാന്നും പറഞ്ഞ് തലേക്കേറ്റി വെച്ചാലേ എംപ്ലോയീസ് അത് ഇത്തരത്തിൽ മുതലെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാ എല്ലാവരെയും നിർത്തേണ്ടടുത്ത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞത്. എത്ര പറഞ്ഞാലും ഇതിനത് മനസ്സിലാവില്ലല്ലോ. എന്തൊക്കെയായിരുന്നു ഇവിടെ? മേഘനന്ദയ്ക്ക് ഭയങ്കര ടാലന്റാ. ആ ടാലന്റ് കമ്പനിക്ക് ഉപയോഗപ്പെടുന്നൊക്കെ. കൊടുക്കേണ്ടതിൽ കൂടുതൽ സ്ഥാനം കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ബോസ് തന്നെ അവളെ തലേ കയറ്റി വെച്ചപ്പോ അവളുടെ കാല് നിലത്ത് എങ്ങും നിൽക്കാതെയായി. ഇവളെന്താ മേഘനന്ദയ്ക്ക് പണി കൊടുക്കുകയാണല്ലോ. മേഘന എന്താ ഇതുവരെ ഓഫീസിലെത്താത്തത്? അത്രയ്ക്ക് അത്യാവശ്യപ്പെട്ട എന്ത് കാര്യം അവൾക്ക്? ഏയ് ലക്കി, എന്താ മാഡം? ഓഫീസ് എത്ര മണിക്കാ തുടങ്ങുന്നേ? ഇപ്പോഴാണോ ഓഫീസിൽ കയറി വരുന്നേ? ബോസിന്റെ പ്രശംസയ്ക്ക് പാത്രമായെന്ന് കരുതി എന്ത് തോന്നിയസം കാണിക്കാന്ന? ആവശ്യത്തിൽ കൂടുതൽ സ്ഥാനം തന്നപ്പോഴേക്കും നിന്റെ കാലം നിലത്തൊന്നും അല്ലല്ലേ? അതിന്റെ തോന്നിയസാണ് ഇത്. അങ്ങനെയൊന്നുമില്ല മാഡം. ശരി, എന്നാ കൃത്യനിഷ്ഠയുടെ കാര്യം വിട്. ഈ ഫയൽ അർജന്റായി സ്റ്റഡി ചെയ്യണോന്ന് മിഥുൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞായിരുന്നു മാഡം. ഇതിന്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണമെന്നും മിഥുൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞായിരുന്നു മാഡം. ആ റിപ്പോർട്ട് എത്ര അർജന്റ് ആണെന്ന് നിനക്കറിയാം. ക്ലയൻസ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് നിനക്കറിയാം. എന്നിട്ടും എന്താ ഇത്ര അനാസ്ഥ? ഇത്രയും ലേറ്റ് ആയി ഓഫീസിലെത്തിയ എന്താണെന്ന് കരുതണ്ടേ? അല്ല മാഡം, അത് നോക്ക് മേഘനന്ദ, നിന്റെ ടാലന്റും നിന്റെ വർക്കിനോടുള്ള ആത്മാർത്ഥതയും കണ്ടിട്ടാ ഞാൻ നിന്നെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചത്. പക്ഷേ ഇത്രയ്ക്ക് ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയല്ല സർ. ദേ നോക്കും ഇത്. ഇപ്പൊ തന്നെ നമ്മള് മേഘനന്ദയ്ക്ക് അനാവശ്യമായ സ്ഥാനം കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി അവൾക്ക് ഒരു വിലയില്ലാണ്ടായി പോയി. തെറ്റ് ചെയ്യാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ളൊരു എംപ്ലോയിയെ നമുക്കിവിടെ ആവശ്യമാണോ മിഥുൻ? ഇത്രയ്ക്ക് ഇറസ്പോൺസിബിലിറ്റി കാണിക്കുന്നവർ മറ്റ് എംപ്ലോയീസിന് മാതൃകയാവും. മിസ് മേഘനന്ദ, നിന്നെ ഞാനിന്ന് ടെർമിനേറ്റ് ചെയ്യുവാണ്. അതെന്തിനാ മഞ്ജരി? മിഥുൻ, ഞാനും ഈ കമ്പനിയിലെ ഒരു പാർട്ട്ണറാ. ആ
ആ അധികാരത്തിന്റെ പേരിലാണ് ഞാൻ ഈ തീരുമാനം സ്വീകരിച്ചത്. അതല്ല മഞ്ജരി, ഞാൻ പ്ലീസ് മിഥുൻ, ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇതിൽ ദയവ് ചെയ്ത് നീ ഇൻവോൾവ് ചെയ്യരുത്. നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. രവി, ടെർമിനേഷൻ പേപ്പേഴ്സ് റെഡിയാക്കൂ. എന്താ എല്ലാവരും നോക്കിയിരിക്കുന്നേ? നിങ്ങൾക്കാർക്കും പണിയില്ലേ? മിഥുൻ, തെറ്റുകൾ എല്ലാവർക്കും പറ്റും. ആരും പെർഫെക്റ്റ് അല്ല. നല്ലത് ചെയ്യുമ്പോൾ പ്രശംസിക്കുന്ന പോലെ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കാനും തയ്യാറാവണം. അതിന് വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിലും വർക്കിലാണെങ്കിലും ഒരുപോലെ ആയിരിക്കണം. ഇപ്പോ ഈ കുട്ടി ചെയ്ത തെറ്റിന് ഇത്രയും വലിയൊരു ശിക്ഷ വേണോ മിഥുൻ? യു സീ അങ്കിൾ, ഒരു തെറ്റ് കാരണം ആർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ക്ഷമിക്കാൻ പറ്റും. പക്ഷേ ഇപ്പൊ ഈ മേഘനന്ദ ചെയ്ത തെറ്റ് കാരണം ക്ലയൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് തെറ്റാൻ പോകുന്നത്. അതിനുശേഷം ആ ക്ലയൻസിൽ നിന്നും കിട്ടാനുള്ള പ്രോജക്റ്റ് കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. തെറ്റ് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ശിക്ഷയും അത്രയും തന്നെ വലുതാകണം. മേഘനന്ദ, ഇന്നു മുതൽ ഈ കമ്പനിയുമായി നിനക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇത്രയും നാൾ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുത്തതിന് വളരെ നന്ദിയുണ്ട്. ഇനി നിന്റെ സേവനം സ്വീകരിക്കാൻ ഈ കമ്പനിക്ക് താല്പര്യമില്ല. ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്തിട്ട് നിനക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെയൊന്നും പറയരുത് മഞ്ജരി മാഡം, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കൂ. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഒന്നും ബാക്കിയില്ല. ജസ്റ്റ് ഒരു സിഗ്നേച്ചർ ചെയ്തിട്ട് നിനക്ക് നിന്റെ വഴിക്ക് പോവാം. ഹലോ മിഥുൻ സാർ, നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അയച്ച റിപ്പോർട്ട്സ് എല്ലാം ഞങ്ങൾക്ക് കിട്ടി. എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. എന്താ നിങ്ങൾ അയച്ചു തന്ന ഫയലിന്റെ റിപ്പോർട്ട് വളരെ നന്നായിട്ടുണ്ടെന്നോ? അതെ മിസ്റ്റർ മിഥുൻ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വളരെ എക്സാക്റ്റ് ആയി അതിന്റെ വാല്യൂസ് എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. സോ വി ആർ വെരി ഹാപ്പി വിത്ത് യുവർ റിപ്പോർട്ട്സ്. ഇത്രയും സാറ്റിസ്ഫൈഡ് ആയ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ നിങ്ങളുമായിട്ടുള്ള കോൺട്രാക്ട് ഉറപ്പിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഓഫീസിൽ വന്ന് നേരിട്ട് കണ്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ സാർ, ഷുവർ. അവരെന്താ പറഞ്ഞത് മിഥുൻ? ക്ലയൻസിന് ഓൾറെഡി റിപ്പോർട്ട് അയച്ചെന്നോ? ആ അതെ മഞ്ജരി. മേഘനന്ദയ്ക്ക് കൊടുത്ത ഫയൽ അവിടെ തന്നെയുണ്ട്. അവള് വന്നതാണെങ്കിൽ ഇത്രയും ലേറ്റ് ആയിട്ടും ഇതിനിടയ്ക്ക് എപ്പ റെഡിയാക്കി എപ്പ അയച്ചു നീ പറയുന്നേ? എന്തൊക്കെ എവിടെ നടക്കുന്നേ? അവർക്ക് ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തത് ആരാ? ഞാനാണ് അയച്ചത് മാഡം. എന്ത്? നീ അയച്ചു കൊടുത്തുന്നോ? അതിന് നീ ഓഫീസിൽ കേറിയതിപ്പോഴല്ലേ? അതിനിടയ്ക്ക് റിപ്പോർട്ട് തയ്യാറാക്കി എപ്പോ അയച്ചു? എനിക്ക് ഈ ഫയൽ മാഡം ഇന്നലെ രാത്രി തന്നെ അയച്ചു തന്നിരുന്നു. അപ്പൊ തന്നെ അത് സ്റ്റഡി ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി ഞാൻ മെയിലിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ഓഫീസിൽ വന്നതിന് ശേഷം അയക്കാന്നാ കരുതിയെ. അതാ ഇന്നലെ അയക്കാതിരുന്നേ. റിപ്പോർട്ട് മെയിലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ഉപകാരമായി. മിഥുൻ സാറ് ഫോൺ ചെയ്ത് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ എന്റെ ഫോണിൽ നിന്ന് ആ മെയിൽ ഞാൻ ഫോർവേഡ് ചെയ്തു കൊടുത്തു. ഇത് തനിക്കെന്നാ നേരത്തെ തന്നെ പറഞ്ഞൂടെ മേഘനന്ദേ?
പറയാനൊരു അവസരം കിട്ടിയിട്ട് വേണ്ടേ? ഒരു വാക്ക് പറയാൻ അനുവദിച്ചില്ലല്ലോ. അതേടാ, കുറെ നേരമായിട്ട് കുട്ടി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ നിങ്ങൾക്ക് അവളെ ഇവിടുന്ന് ഓടിക്കണമെന്നല്ലാണ്ട് നടന്നത് എന്താണെന്ന് ചോദിക്കാൻ പോലും മനസ്സുണ്ടായില്ല. എന്തായാലും കൊള്ളാം, എന്റെ മരുമോളും ഇടിക്കുക. എന്റെ പൊന്നച്ച, എന്താ ഈ കാണിച്ചേ? ഇവരെന്നെ കൈയോടെ ഇപ്പൊ പിടികൂടുമല്ലോ. അങ്കിൾ, ആരാ അങ്കിളിന്റെ മരുമോള്? അതല്ല മോളെ, നമ്മുടെ മേഘനമോളും ഇതുപോലെ തന്നെയല്ലേ. ഏത് ജോലിയും പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഈ പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് എന്റെ മേഘനമോളെ കാണുന്ന പോലെ തന്നെയുണ്ട്. മോളെ മേഘനന്ദേ, നീ ഇത്രയ്ക്ക് സ്മാർട്ടാണെങ്കിൽ നാളെ നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരും. നിന്റെ വളർച്ച കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടുന്ന തരത്തിൽ ഉയരണം. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഒരു കാര്യം മേഘനന്ദേ, ഇപ്പൊ നീ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. ഇനി എപ്പോഴെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് അതികഠിനമായിരിക്കും. മേഘനന്ദ, താങ്ക് യു വെരി മച്ച്. നീ കാരണം ക്ലയൻസുമായിട്ടുള്ള ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാതെയാവുമെന്നാ വിചാരിച്ചേ. പിന്നെ അവിടെ നിന്ന് കിട്ടാനുള്ള പ്രോജക്ട്സും എല്ലാം നഷ്ടമാവുമെന്ന് ഞങ്ങളെല്ലാം വിചാരിച്ചു. പക്ഷേ എന്നത്തെയും പോലെ ഇന്നും താൻ തന്നെ നമ്മുടെ കമ്പനിയുടെ മാനം പിടിച്ചു നിർത്തേ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തു തീർത്തു. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ക്യാബിനിലേക്ക് പോ. പിടിച്ചു മാറ്റണം. എടി യക്ഷി, നിന്റെ അഹങ്കാരത്തിനൊരു പണി തരാൻ വേണ്ടിയാ എനിക്ക് ഇങ്ങനെ ഒരു കൊടുംചതി നിന്നോടും ഈ കുടുംബത്തിനോടും ചെയ്യേണ്ടി വന്നത്. ഞാൻ അനുഭവിച്ച കഷ്ടതകൾക്ക് കൃത്യമായ പ്രതിഫലമാണ് എനിക്ക് കിട്ടിയത്. ഈ നെക്ലസും കൈവച്ചോണ്ടല്ലേ നീ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നേ. അതുകൊണ്ട് ഇനി ഈ നെക്ലസ് എന്റെ കയ്യിൽ ഭദ്രമായി കാലങ്ങളോളം ഉണ്ടാവും. അരുണിമേ,